വലനിരീക്ഷകൻ ഷാബു പ്രസാദ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ഒരു നീക്കത്തെ തീരുമാനത്തെ എങ്ങനെ കാണുന്നു? എന്ത് അവര് അതിന്റെ പുറകിൽ ആരോ കൊണ്ട് കേസ് കൊടുത്തു, കോടതി അത് സ്റ്റേ ചെയ്തു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യട്ടെ. ഇപ്പം കോടതി ഉത്തരവ് പാലിക്കാൻ ആർക്കാണെങ്കിലും ബാധ്യതയുള്ളതല്ലേ. ഞാൻ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ. അല്ലാതെ ഇതൊന്നും എന്നെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെയൊന്നും വ്യക്തിപരമായി ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ഒരു സിനിമയുടെ പേരിൽ ഇവിടെ ഒരു വിവാദം ഉണ്ടാകുന്നു, അതിനകത്ത് ചിലർക്ക് പരാതി ഉണ്ടാകുന്നു, പരാതി കൊണ്ട് കോടതി പോകുന്നു. കോടതി ഇപ്പൊ ഇങ്ങനെ പറയുന്നു, ഇനിയിപ്പോ നാളെ ഇനി ഇവർ അപ്പീലും കൊണ്ട് ഹൈക്കോടതി പോകണം, വേറെ മറിച്ച് ഉത്തരവ് കിട്ടുവോ കിട്ടാതിരിക്കുവോ എന്തുവാകാം. ഇത് ആ സിനിമാ നിർമ്മാതാക്കളും ഇതിന്റെ അത് പരാതിയുള്ളവരും തമ്മിലുള്ള ഇടപാടാണ്, അത്ര തന്നെ. പക്ഷേ ശ്രീ ഷാബു പ്രസാദ്, ഇതിനെ നമുക്ക് അങ്ങനെ നിസ്സാരവൽക്കരിച്ച് കാണാൻ കഴിയുമോ? കാരണം ഒരു സിനിമ എന്നൊക്കെ പറയുന്നത് തീർച്ചയായും ജനങ്ങളെ, ആളുകളെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സിനിമ വരുന്നു, ഇതിന്റെ ടീസറും ട്രെയിലറൊക്കെ നമ്മൾ കണ്ടതാണല്ലോ, ഏത് രീതിയിലാണ് നമ്മുടെ സംസ്കാരത്തെയൊക്കെ പോർട്രേ ചെയ്തിരിക്കുന്നതെന്ന് അതിൽ നിന്നൊക്കെ വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും അത് അത്ര നല്ല കാര്യമല്ലല്ലോ. അല്ല, എത്രയോ സിനിമ ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ചാളെ മുമ്പ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞൊരു സിനിമ ഇവിടെ വന്നിട്ടുണ്ട്, ഒരു 1-2 കൊല്ലം മുമ്പ്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, അതായത് ഇവിടെ നടക്കുന്ന ഈ ഹിന്ദു ഭവനങ്ങളിലൊക്കെ സ്ത്രീകളെ അവരുടെ ആർത്തവത്തിന്റെ പേരിലും മറ്റേ അങ്ങനെ പല അനാചാരങ്ങളുടെ പേരിലും അടിച്ചമർത്തി വിട്ടിരിക്കുന്നു എന്ന ഒരു പ്രൊപ്പഗാൻഡയുടെ ഇറക്കിയ സിനിമയായിരുന്നു അത്. അതും ഈ നാട്ടിൽ ഓടി. അതിനെ ചിലർ വിമർശിച്ചു, ചിലർ ആരും അതിന്റെ പേര് കോടതിയിലൊന്നും പോയില്ലെന്ന് തോന്നുന്നു. ആ പടം വന്നു, അതിന്റെ വഴിക്ക് പോയി. അങ്ങനെ ഈ നാട്ടിൽ സിനിമകൾ വരും, സിനിമകൾ വരട്ടെ, അത് എന്നിട്ടും ജനം കണ്ട് വിലയിരുത്തട്ടെ. അല്ലാതെ ഇപ്പൊ ഒരു സിനിമയിലെ ഒരു പ്രൊപ്പഗാൻഡ സിനിമയാണ്, ആ പ്രൊപ്പഗാൻഡ കൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നൊന്നും അല്ല നമ്മുടെ കേരളത്തിന്റെയോ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെയോ സോഷ്യൽ ഫാബ്രിക് എന്ന് പറയുന്നത്. എത്രയോ ആയിരക്കണക്കിന് സിനിമകൾ ഈ നാട്ടിൽ വന്നിട്ടുണ്ട്, നാടകങ്ങൾ വന്നിട്ടുണ്ട്, പരാതികൾ ഉണ്ടായിട്ടുണ്ട്, വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വാഗ്വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വന്നു, അതിന്റെ വഴിക്ക് പോയിട്ടുമുണ്ട്. അല്ലാതെ നിങ്ങളൊക്കെ പറഞ്ഞു നോക്കാൻ ശ്രമിക്കുന്നത് എന്താ? ഒരു സിനിമ വന്നു, അല്ലെങ്കിൽ ഒരു സിനിമാ നിർമ്മാതാവ് അല്ലെങ്കിൽ ഒരു സംവിധായകൻ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ സിനിമ ഇറക്കി. സിനിമയുടെ പേരിൽ തർക്കങ്ങളുണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, വിമർശനങ്ങളുണ്ടാകും. അത് വന്നതിന്റെ വഴിക്ക് പോകും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇന്ന് വരെ ഒരു സിനിമ കൊണ്ടോ ഒരു നാടകം കൊണ്ടോ ഈ നാട്ടില് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. ഉണ്ടോ? ശരി, വളരെയധികം നന്ദി ശ്രീ ഷാബു പ്രസാദ് പ്രതികരിച്ചതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.